നമസ്കാരം. 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഏറെ ചർച്ച നേടിയിരുന്നു. അവതാരങ്ങളാരും ഇങ്ങോട്ട് വരണ്ട, അവരെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തുമെന്ന്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അവതാരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും അവരൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ കടിച്ചു തൂങ്ങി അവരുടെ താല്പര്യം സംരക്ഷിച്ചതും പിണറായിയുടെ 10 വർഷമായിരുന്നു. പിണറായിക്കൊപ്പം നിന്ന് നേടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ നേടിയ പല അവതാരങ്ങളും ഇപ്പോൾ വി.ഡി. സതീശൻ്റെ ചെവി തിന്നാൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്തോ കാരണത്താൽ എല്ലാവരെയും തിരിച്ചറിയാൻ വി.ഡി. സതീശന് കഴിയുന്നില്ല. 3ാം പിണറായി സർക്കാരിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഡോക്ടർ ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിൽ റിട്ടയർ ചെയ്തത്, അദ്ദേഹം നടത്തിയ അഴിമതിക്കെതിരെ അന്വേഷണം ഉണ്ടാവാതെ പോയതൊക്കെ ഇത്തരം അവതാരങ്ങളുടെ ഇടപെടൽ മൂലമാണ്. കിഫ്ബിയിൽ അന്വേഷണം നടക്കുമെന്ന് പറയുമ്പോഴും ഡോക്ടർ കെ.എം. എബ്രഹാം സുരക്ഷിതമായി കഴിയുന്നത് ചില അവതാരങ്ങളുടെ ഇടപെടൽ മൂലമാണ്. പലപ്പോഴും ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അവതാരമുണ്ട്. നന്ദു പിണറായി എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും പറയും അതാണ് നന്ദു പിണറായി. അപ്പോൾ ഞാൻ കരുതി ഇദ്ദേഹം പിണറായിക്കാരനാണെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ പിണറായിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തിന് പുറത്താണ് നന്ദു പിണറായി എന്നറിയപ്പെടുന്നത്. പിണറായി വിജയൻ ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന തലസ്ഥാനത്തെ പ്രമുഖരിൽ ഒരാളായിരുന്നു ഈ നന്ദു. ഇടയ്ക്കിടെ വിശ്രമിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും വേണ്ടി നന്ദുവിൻ്റെ വീട്ടിലേക്കായിരുന്നു പിണറായി ഓടിപ്പോയിരുന്നത്. പിണറായി തൻ്റെ വീട്ടിൽ വരുന്നത് അഭിമാനത്തോടെ ക്ലബ് അംഗങ്ങളോട് പങ്കുവയ്ക്കുമായിരുന്നു നന്ദു. ഈ നന്ദു കഴിഞ്ഞ ദിവസം സകല ക്ലബ് അംഗങ്ങൾക്കും ചില ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. വി.ഡി. സതീശൻ ജന്മദിനത്തിന് കേക്ക് മുറിക്കുന്ന ചിത്രങ്ങൾ. ഇത് കണ്ട പലരും ഞെട്ടലോടെ ഈ അവതാരങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് എന്ന് ചോദ്യം ഉന്നയിച്ചു. നന്ദുവിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് മാത്രം. നന്ദുവിന് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി എനിക്കറിയില്ല. എന്നാൽ പിണറായിയുടെ ക്രോണിയായിരുന്ന നന്ദു വി.ഡി. സതീശന് ക്രോണിയായി മാറിയത് എങ്ങനെ എന്ന പ്രസക്തമായ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചത് മാത്രം. പിണറായിയുടെ ചെവി തിന്നുകൊണ്ടിരുന്ന പല ക്രോണികളും അഴിമതിയും ക്രിമിനൽ പശ്ചാത്തലവും ഉള്ളവരടക്കം വളഞ്ഞ വഴിയിലൂടെ സതീശൻ്റെ അടുക്കളയിലും കയറി പറ്റിയിട്ടുണ്ട്. അത്തരക്കാരെ സതീശൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചെവി തിന്ന് അവർ തല കൊയ്യുമെന്ന് സതീശൻ തിരിച്ചറിയുക. അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്കൊക്കെ അറിയാം, KSFE എന്നത് കേരളത്തിലെ സാധാരണക്കാർക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വകാര്യ ചിട്ടിക്കമ്പനികൾ കഴുത്തറപ്പൻ പലിശ വാങ്ങുമ്പോൾ വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമായി KSFE മാറാറുണ്ട്. KSFEയുടെ പലിശയും പിഴപ്പലിശയും ഒക്കെ വിവാദമാണെങ്കിലും കുറച്ചൊക്കെ ഈ സിബിൽ കിബിൽ എന്നൊക്കെ പറഞ്ഞുള്ള നൂലാമാലകളെ മറികടന്ന് സാധാരണക്കാരന് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണ് KSFE. വലിയ ലാഭത്തിൽ പോകുന്ന അപൂർവം സർക്കാർ സ്ഥാപനങ്ങളിലൊന്ന്. ഈ KSFEക്ക് കഴിഞ്ഞ 4 വർഷമായി ഒരു MD ഇല്ല. പകരം പിണറായിയുടെ വിശ്വസ്തനായിരുന്ന P. ശശി തിരികെ കയറ്റിയ ഒരാൾ MDയുടെ ചാർജിൽ തുടരുന്നു. വലിയ അഴിമതികളാണ് SK സനിൽ എന്നു പേരുള്ള ആ ഉദ്യോഗസ്ഥൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരോപണം ശക്തമാണ്. വി.ഡി. സതീശൻ ചുമതലയേറ്റ് ഇത്ര കാലമായിട്ടും എന്തുകൊണ്ടാണ് പിണറായിയുടെ സ്വന്തമായി സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായി ആ പദവിയിലിരിക്കുന്ന സനിൽ ഇപ്പോഴും അവിടെ തുടരുന്നു എന്ന ചോദ്യമാണ് പ്രസക്തം. സനിലിൻ്റെ ചരിത്രവും സനിൽ KSFEയിൽ നടത്തുന്ന അഴിമതിയെക്കുറിച്ചുള്ള ആരോപണവും കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. KSFEയുടെ ചെയർമാൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ MD ബാങ്കിംഗ് മേഖലയിലെ ഒരു പ്രമുഖനായിരിക്കും. പിന്നുണ്ടായിരുന്ന ഫിനാൻസ് മാനേജർ പോലുള്ള തസ്തികകളും റീജിയണൽ മാനേജർമാരുമായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് പെണ്ണ് കേസിൽപ്പെട്ട് P. ശശിക്ക് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം തെറിച്ചപ്പോൾ കൊണ്ട് സ്ഥാപിച്ചത് KSFE ചെയർമാൻ തസ്തികയിലായിരുന്നു. ശശി എവിടെ കയറിയിരുന്നാലും അവിടെ കൊണ്ട് പോകുമെന്ന് ശശി അറിയാവുന്നവർക്കറിയാം. ആ തസ്തികയിൽ ഇന്നിപ്പോൾ റീജിയണൽ മാനേജർമാരെ അസിസ്റ്റന്റ് ജനറൽ മാനേജർമാർ അല്ലെങ്കിൽ AGM ആയും മാറ്റിയത് കൂടാതെ ഹെഡ്ക്വാർട്ടേഴ്സിൽ 3 AGM-മാരെ നിയോഗിക്കുന്നു. കൂടാതെ DGM എന്ന മറ്റൊരു പദവി കൂടി ഉണ്ടാക്കുന്നു. ഈ ഒരു DGM-ഉം 3 AGM-ഉം പുതുതായി ഉണ്ടാക്കിയെടുത്ത തസ്തികകളാണ്. ശശിക്ക് താല്പര്യമുള്ളവരെ ആ തസ്തികയിൽ കൊണ്ടിരുത്തി ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നു. ബാങ്കിംഗ് മേഖലയിലെ പരിചയമായിരുന്നില്ല, HR മേഖലയിലെ പരിചയമായിരുന്നു DGM തസ്തികയിൽ നിയോഗിച്ച സനിലിൻ്റെ യോഗ്യത. KSFE പോലൊരു ധനകാര്യ സ്ഥാപനത്തിലാണ് ധനകാര്യ മാനേജ്മെന്റിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ കൊണ്ടിരുത്തുന്നത്. DGM എന്ന നിലയിൽ ശശിയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് KSFEയുടെ ഭരണം ഈ സനിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ 2018 മാർക്കറ്റ് ഫെഡിൻ്റെ MD എന്ന തസ്തികയിലേക്ക് ഈ സനിലിനെ മാറ്റുകയാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ നിയമമനുസരിച്ച് യാതൊരു യോഗ്യതയുമില്ലാതെ നിയമിക്കപ്പെട്ട സനിലിനെതിരെ ഒരു ജീവനക്കാരൻ കേസ് കൊടുക്കുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് ഒരു നിമിഷം പോലും ആ തസ്തികയിലിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ആ തസ്തികയിൽ നിന്നും ഈ സനിലിനെ പുറത്താക്കുന്നു. സനില് രാജിവെക്കേണ്ടി വരുന്നു. പക്ഷേ പിന്നെ സംഭവിച്ചത് ഞെട്ടിക്കുന്നതായിരുന്നു. മാർക്കറ്റ് ഫെഡിനേക്കാൾ 100 ഇരട്ടി ആസ്തിയുള്ള ധനകാര്യ സ്ഥാപനമായ KSFEയുടെ
മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജായി നിയോഗിക്കപ്പെടുന്നു. ഇപ്പോഴും മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ആണെങ്കിലും ഉത്തരവുകളെല്ലാം ഇറക്കുന്നത് MD എന്ന നിലയിലാണ്. യോഗ്യതയില്ലാത്തതുകൊണ്ട് താരതമ്യേന ചെറിയ മാർക്കറ്റ് ഫെഡിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ സനിലിനെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയായി MD ആയി നിയോഗിക്കുകയാണ് പിണറായി സർക്കാർ. 685ഓളം ശാഖകളുള്ള KSFയുടെ മാനേജിംഗ് ഡയറക്ടർ തസ്തികയിൽ നിയമവിരുദ്ധമായി കയറിയിരിക്കുകയാണ് അന്നു മുതൽ ഇന്ന് വരെ ഈ സനിൽ. ആ തസ്തികയിൽ ഇരുന്നുകൊണ്ട് സനിൽ ചെയ്തു കൂട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന അഴിമതികൾ സ്വജനപക്ഷപാതം ഞെട്ടിക്കുന്നതാണ്. KSFയുടെ CSR ഫണ്ട് വിനിയോഗമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കോടിക്കണക്കിന് രൂപയാണ് CSR ഫണ്ടിന് വേണ്ടി KSFE ഓരോ വർഷവും ചെലവഴിക്കുന്നത്. അതെങ്ങനെ വേണം എന്ന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകൾ പാലിക്കുന്നില്ല എന്ന് KSFയുടെ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. കൊല്ലം ജില്ലയിലെ പഴശ്ശിയിലുള്ള ഒരു പഴശ്ശി സൊസൈറ്റി എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതെന്നറിയാതെ CSR ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. സനിലിൻ്റെ നിർദ്ദേശപ്രകാരം 75 ലക്ഷം രൂപയാണ് അവർക്ക് അനുവദിച്ചത്. ആ 75 ലക്ഷം രൂപ എന്തിനു കൊടുത്തു എന്ന് അന്വേഷിച്ചിട്ടില്ല. അവിടെ 75,000 രൂപ മുടക്കി ഒരു ചെറിയ മുറി പണിതൊഴിച്ച് അവരൊന്നും ചെയ്തിട്ടില്ല. ഫണ്ട് അനുവദിക്കുന്നതിന് മുൻപ് പരിശോധന നടത്തുകയോ ഫണ്ട് അനുവദിച്ചതിന് ശേഷം പരിശോധന നടത്തുകയോ ചെയ്തിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ രാജപുരത്തെ ഒരു കർഷകന് 7,80,000 രൂപ പശു വാങ്ങാൻ വേണ്ടി കൊടുത്തു എന്ന് ഓർക്കുക. CSR ഫണ്ടിൽ നിന്ന് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് CSR ഫണ്ടിൽ നിന്നും വഴിവിട്ട് ചെലവഴിക്കുന്നതും CPM നേതാക്കൾക്കും സനിലിന് വേണ്ടപ്പെട്ടവർക്കും കൊടുക്കുന്നതും. ഇതിൻ്റെയൊക്കെ പിന്നിൽ അഴിമതി ഉണ്ടാവാം എന്നാണ് ആരോപണം. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏതാണ്ട് 30 കോടി രൂപയാണ് ഒരു വർഷം KSFE പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. പരസ്യത്തിന് വേണ്ടി പണം മുടക്കേണ്ടത് KSFEക്ക് ബിസിനസ് കിട്ടുന്ന സാഹചര്യത്തിലാണ്. പക്ഷെ സനിൽ അങ്ങനെയല്ല. പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അപേക്ഷ കൊടുത്താൽ എവിടെയാണ് എന്ന് നോക്കാതെ പരസ്യം അനുവദിക്കും. 30 കോടി രൂപയിൽ ഭൂരിപക്ഷം രൂപയും വെറുതെ ചെലവഴിക്കുന്നു, കമ്മീഷന് വേണ്ടി ദൂർത്തടിക്കുന്നു എന്നാണ് ജീവനക്കാരിൽ ചിലർ ആരോപണം ഉന്നയിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ ഒഴിഞ്ഞു പോകുമെന്ന് ഉറപ്പായ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിനെതിരെയും ആരോപണങ്ങളുണ്ട്. പെട്ടെന്ന് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി ജീവനക്കാരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. ബാധ്യത മുഴുവൻ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുകയും ചെയ്തു. ബ്രാഞ്ച് ലിഫ്റ്റിംഗ് എന്ന പേരിൽ ബ്രാഞ്ചുകൾ മാറ്റം വരുത്തുകയും പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ 5-10 ലക്ഷം രൂപ അഴിമതി നടത്തുന്നു എന്ന ആരോപണമുണ്ട്. ടെക്നോ പാർക്കിൽ ഫ്രറ്റേണിറ്റി ഫണ്ട് എന്ന പേരിൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയത് വിവാദമായിരുന്നു. ഫ്രറ്റേണിറ്റി ഫണ്ട് എന്ന പേരിൽ തുടങ്ങിയ ബ്രാഞ്ചിന് ചിട്ടി തുടങ്ങാൻ ജില്ലാ രജിസ്ട്രാർ അനുമതി കൊടുത്തില്ല. അതിനുവേണ്ടി മുടക്കിയത് ലക്ഷങ്ങളാണ്. ടെക്നോ പാർക്കിലെ ഫ്രറ്റേണിറ്റി ഫണ്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് നൃത്തം ചെയ്യുന്ന സനിലിൻ്റെ വീഡിയോയാണ് ഞാൻ പ്രേക്ഷകരെ ഈ സമയത്ത് കാണിച്ചത്. വിവിധ ശാഖകളിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന തിരിമറികളും അഴിമതികളുമൊക്കെയായി ബന്ധപ്പെട്ട് ഏതാണ്ട് 58 ഫയലുകൾ വർഷങ്ങളായി സനിലിൻ്റെ മേശയിൽ പൊടിപിടിച്ചിരിക്കുകയായിരുന്നു. ഏതാണ്ട് 108 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ്. സർക്കാർ മാറുമെന്ന് ഉറപ്പായപ്പോൾ ആ ഫയലുകളെല്ലാം ബ്രാഞ്ചുകളിലേക്ക് തിരിച്ചയച്ച് ആ അഴിമതി അന്വേഷണവും അട്ടിമറിച്ചു എന്ന ആരോപണമുണ്ട്. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒന്നാണ് പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൻ്റെ പേരിൽ ഉയരുന്ന ആരോപണം. 73.86 കോടി രൂപ മുടക്കിയാണ് പ്രവാസി ചിട്ടി മാനേജ് ചെയ്യാൻ NICയെ കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. പക്ഷേ NICക്ക് നേരിട്ട് പണം കൊടുക്കുകയായിരുന്നില്ല, കിഫ്ബി വഴിയായിരുന്നു ഇടപാട്. എന്ന് മാത്രമല്ല, ഓരോ 3 മാസം കൂടുമ്പോഴും ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പേരിൽ 5 കോടി രൂപ വീതം KSFE കിഫ്ബിക്ക് കൊടുക്കണം എന്ന് ഈ കരാറിൽ എഴുതി വച്ചിരിക്കുന്നു. ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് നഷ്ടത്തിലായ പ്രവാസി ചിട്ടയുടെ പേരിൽ 5 കോടി 3 മാസം സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് കൊടുക്കുന്നത് എന്ന് ആരും ചോദിക്കരുത്, ആരും അന്വേഷിക്കുകയും ചെയ്യരുത്. യോഗ്യതയില്ലാതെ KSFE MD സ്ഥാനത്തിരുന്നു കൊണ്ട് KSFEയെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന, നിരവധി അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന SK സനിലിനെ ആരാണ് സംരക്ഷിക്കുന്നത്? കോൺഗ്രസ് പാർട്ടി നേതാക്കളടക്കം നിരവധി പേർ ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇപ്പോഴും സനിൽ അവിടെ തുടരുന്നു. ആരാണ് സനിലിന് ഗോഡ്ഫാദർ? അഴിമതി വിരുദ്ധ ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന VD സതീശൻ എന്തിനാണ് സനിലിനെ സംരക്ഷിക്കുന്നത്? സനിലിനെ തസ്തികയിൽ നിന്നും ഉടനടി പുറത്താക്കിയില്ലെങ്കിൽ VD സതീശൻ കുറിച്ചു വയ്ക്കുക, സനിൽ മുഖ്യമന്ത്രിയുടെ ചെവി മാത്രമല്ല തലയും കൊണ്ടുപോകും.